എന്തേ വിളിച്ചു എന്ന് പറഞ്ഞു? ആ, ശിവൻകുട്ടി എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല? ഈശ്വര, ഇനി മരിച്ചാലും വേണ്ടില്ല, ഉത്തരത്തമ്പുരാട്ടിയുടെ നാവുകൊണ്ട് ശിവൻകുട്ടി എന്നൊന്ന് വിളിച്ചു കേട്ടല്ലോ. മറ്റേത് ശിവൻകുട്ടി സാറേ സാറേ. വിളിക്കണ ആളിന് സാറല്ലാന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എന്ന് മുതലാ? അനുഭൂതി തഴുകിയ ആ പാതിരാമഴയ്ക്ക് ശേഷം. വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. സുഭഗമായ സൗന്ദര്യവും വാചാലമായ കവി മനസ്സുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു. പുരിക കുടികൾക്കിടയിൽ ഒരു നുള്ള കുങ്കുമത്തിന്റെ കുറവ്. ശിവൻകുട്ടി, അറിയാം, വിധവയാണ്, ഒട്ടു തൊടാൻ പാടില്ല, ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നു. നിർഭാഗ്യം കൊണ്ട് ഒരിക്കൽ മാഞ്ഞ ഈ നെറ്റിയിലെ സിന്ദൂരം ഇനി ഈ ജന്മം തൊടില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞ തെറ്റിക്കാൻ ജന്മം എടുത്ത് ഒരവതാരമാണ് ഞാനെന്ന് കരുതിക്കോളൂ. എന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിക്കേ, ഞാനാ ക്ലാസ്സിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത്. എന്റെ അടുത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒരു പൊട്ടുപാടാൻ? എന്ത് ശേലെന്നറിയോ ഇപ്പൊ ഏടത്തിനെ കാണാൻ? ഞാൻ തൊട്ടതല്ല, ആ രാധയുടെ ഓരോ വഷളത്തരങ്ങള്. അതിന് രാധടുത്ത് കാലത്തെ പോയല്ലോ. അത് നീ കാണഞ്ഞിട്ടാ. സാറിന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല. അത് രാധയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഞങ്ങൾ തങ്ങളിലൊരു പന്തയം ഉണ്ടായിരുന്നു. ഞാൻ തോറ്റ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. സാറ് തോക്കില്ല. തോക്കണത് ഈ മനയിലെ ഗതിയില്ലാത്ത പെൺകുട്ടികളാവും. ഗിരിജേ, സാറിനറിയാമോ, പണ്ട് ഇതേ മുറിയിൽ വെച്ച് ഒരു അടിച്ചു തലക്കാരി സ്ത്രീക്ക് ഇവിടെ പാർക്കാവെന്ന് സാറ് കൊടുത്ത സമ്മാനം ഞാൻ. എന്റെ അടുത്ത് പാവ ഒത്തിരി കണ്ണീര് കുടിച്ചതാ. ഇനി വേദനിപ്പിക്കരുത്. എന്താ പാപ്പ ചെയ്ത്? ആ മനുഷ്യൻ കാണത്തില്ലേ? നക്കി തിന്നോന്ന് പറയാൻ അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. നീ വന്നേ, നീ ഒന്ന് അകത്തോട്ട് വാടി. വന്നേ എനിക്കെന്തോ തങ്കപ്പട്ടിനെ ഓർത്ത് പാവം തോന്നുക. തോന്നണം, പാവ വട്ടായി പോയില്ലേ? എന്താ എന്താ തങ്കപ്പന്റെ വീട്ടിൽ ബഹളം? എന്താ തങ്കപ്പ ഇത്? ശങ്കരേട്ടാ, തങ്കപ്പ, ശങ്കരേട്ടാ, ഞാൻ എന്നെ കേറിപ്പോടെ, മക്കളെ കൊണ്ടകത്ത് പോവും. തങ്കപ്പ, ഓട്ടടാ, വാ കടയിലേക്ക് വാ. ഇത്തവണ സാറ് പറഞ്ഞ പോലെ അരമനെ പോയിട്ട് ഞാൻ പള്ളിയിലോട്ട് പോകും.
ബിഷപ്പിന്റെ സഹായത്തോടെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അയ്യോ സാർ, ഇപ്പൊ തന്നെ ഇരിക്കട്ടടോ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ചെല്ല്. ടോമി എങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? നാട്ടിലേക്കാ. അവിടെ അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാ. എന്റെ അമ്മയും പെങ്ങളെ അന്വേഷിച്ചുള്ള 4ാമത്തെ യാത്രയായത്. ഓ, അപ്പൊ യാത്രയ്ക്കാൻ വന്നാണല്ലേ? ചുമ്മാതല്ല പതിവില്ലാണ്ടി നേരത്ത് താളും എനിക്ക് കൂട്ടുപോകുന്നത്. ഇത്തവണ എന്തായാലും അവരെ കണ്ടെത്തും. ശരി, വരട്ടെ. ആ. വാ. ആ, രാധ എന്താ ഈ വഴിക്കൊക്കെ? ഇന്ന് തിരുവാതിരയല്ലേ, ഔപചാരികമായി ക്ഷണിക്കാൻ വന്നതാ. അതിന് ഞാൻ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ച് പറയാറുന്നില്ലേ? അപ്പൊ അത് ഔപചാരികമാവില്ലല്ലോ. ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ചേപ്പാട്ടർ മുറ്റത്ത് എന്താ നടക്കണമെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. എന്താ പ്രശ്നമല്ലോ ഉണ്ടോ? ഈ ശിവേട്ടൻ്റെ ഒരു വർത്തമാനം. നറുമാംഗല്യത്തിനും ദീർഘസുമംഗലി ഭാഗ്യത്തിനും വേണ്ടി നോമ്പ് നോക്കുന്ന പെൺകുട്ടികളുടെ തിരുവാതിരക്കളി. ആ, അപ്പൊ അതിന്റെ മുൻനിരയിൽ തന്നെ രാധയും ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ വിത്തും നെല്ലും വളം എടുത്തു മാറ്റി ആപ്പീസിൽ സ്ഥലം ഉണ്ടാക്കിയത് ഇതിനായിരുന്നല്ലേ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ ഈ നാട് നന്നാക്കലേ ഈ നാട്ടുകാരെ ഒക്കെ ഒന്ന് അറിയിക്കണം. ഇവിടെ ഇരിക്കണ്ടോ? ശിവേട്ട, അവരെന്താ പറയണേ? ഏയ്, ഒന്നുമില്ല, കുട്ടി വിഷമിക്കണ്ട. കഥ തുറക്കാൻ, കഥ തുറക്കാനാ പറഞ്ഞത്. എന്റെ തോമാച്ച കാര്യം എന്താന്ന് വെച്ചാ പറ. പറഞ്ഞാ എന്താ കള്ളന്മാര് വല്ലതും കയറിയുണ്ടോ അകത്ത്? അതെ, കള്ളം തന്നെ. കാലം കുറെ ഈ കള തുടങ്ങിയിട്ട്. ഇതെങ്ങനെയാണ് കള്ളത്തിലാവുന്നത്? രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമാകുമ്പോഴേ. നിങ്ങൾ കാര്യം പറഞ്ഞേ. പറഞ്ഞുതരാം, അവരോടൊന്ന് വന്നോട്ടെ. മാറിക്കിടക്കും. എന്താ ഉണ്ടായേ? അതെ, നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്തത്. സംഭവം പറയണോ? നാട് നന്നാക്കാനെന്ന് പറഞ്ഞ ഒരു വരുത്തനെ എല്ലാവരും കൂടെ തലയെ കയറ്റിക്കൊണ്ട് നടക്കല്ലേ? ആ മാന്യന്റെ നാട് നന്നാക്കലേ ഇതിനകത്ത് നടന്നോണ്ടിരിക്കുക. വാ, കാണിച്ചു തരാം. നിന്റെ ഈ പോക്കിരുത്തനെ ഈ നാട്ടിൽ നടക്കില്ലടാ. ഒന്നോർത്തോ, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല. എന്താ സാർ ഉണ്ടായത്? ഞാൻ എന്റെ മുറിയിലിരുന്ന് ഈ കുട്ടിയായിട്ട് വർത്താനം പറയായിരുന്നു. ഈ പന്നമാര് പുറത്തുനിന്ന് വാതിൽ വെച്ച് കുറ്റിയിട്ട് കളഞ്ഞു. വർത്തമാനം പറഞ്ഞോ? ചുമ്മാ വർത്താനം പറഞ്ഞ അകത്തിട്ട് പൂട്ടാൻ ഞങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത ഈ നമ്പൂരി കുട്ടിയെ ഇവൻ പഞ്ചാര ഞങ്ങൾക്ക് പറയാനാ വയ്യാത്തല്ല. എന്തായി ചെയ്യുന്നേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിക്കുക. ഇനി അഥവാ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയാൽ തന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി നാറ്റിക്കുക ചെയ്യാ. ന്യായം പറയാൻ താനാരാ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. നാട്ടിലെ കാര്യം നോക്കാൻ താനാരാ? ഇവിടത്തെ കളക്ടറോ? നിന്റെ വക്കാലത്തൊന്നും വേണ്ട. ഇല്ലെങ്കിൽ പറ, കൃഷി ഓഫീസിൽ ഈ കുട്ടിക്ക് എന്താ കാര്യം? എന്നാലേ ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല. എന്താ കല്യാണം കഴിക്കാനും പോവാ? എതിർപ്പുള്ളവർ വരില്ല. പൊറുതി മുട്ടി ഇപ്പൊ അപ്പുക്കുണ്ടെന്നാരും മുണ്ടും മടക്കി കുത്തി അങ്ങ് ഇറങ്ങി. അതെ, അവര് തമ്മിൽ ഇഷ്ടത്തില്ല. അതിനിപ്പോ എന്ത് വേണം? രാധ തമ്പുരാട്ടിയെ ശിവൻകുട്ടി സാറ് കല്യാണം കഴിക്കാൻ പോവാ. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആരെതിർക്കാൻ? അപ്പൊ ശിവൻകുട്ടി എന്തു പറഞ്ഞു? എന്തു പറയാൻ? മൂപ്പരുടെ മനസ്സിലിരിപ്പല്ലേ അപ്പുക്കുട്ടനാര് വിളിച്ചു പറഞ്ഞത്. ദോഷം പറയരുതല്ലോ. സാറിന്റെ തമ്പുരാട്ടിയും തമ്മിൽ നല്ല ചേർച്ച. എന്താ കുട്ടിയത്? നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാധ തിരുവാതിരകളിയുടെ ഒരുക്കത്തിലാ. കാത്തുനിന്ന് കാണാഞ്ഞാ ഞാൻ കൊണ്ടുവന്നത്. ഇഷ്ടായില്ലാന്നുണ്ടോ? മുന വെച്ചുള്ള ഈ സംസാരത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പുക്കുട്ടൻ അയാളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും ആലോചിച്ച് ഈ തല പുണ്ണാക്കണ്ട. വെറുതെ ആണെന്ന് അറിയാമെങ്കിലും കേട്ടപ്പോ നേരിൽ ചോദിച്ച് സത്യം അറിയാന്ന് വെച്ചു. സത്യം അറിഞ്ഞില്ലേ? ഇനി സ്വസ്ഥമായിട്ട് ഇറങ്ങാലോ. ഉറക്കത്തിന്റെ സ്വസ്ഥത പോയിട്ടിപ്പോ മാസം 2 തികയുന്നു. എന്തേ? ഇന്നലെ കുളക്കടവിൽ വെച്ച് തലചുറ്റി വീഴാൻ ഭാവിച്ചു. തുണയ്ക്ക് വന്ന് ഗിരിച്ച് ചോദിച്ചപ്പോ ഊണ് കഴിക്കാത്തോണ്ടായിരിക്കും എന്ന് പറഞ്ഞു.
കുട്ടി അത് വിശ്വസിച്ചിരിക്കുക. ഇങ്ങനെ എത്ര കാലം മറച്ചു വെക്കാനാ? എഴുതി ശിവൻ സാറിനോട് പറഞ്ഞതൊക്കെ സത്യ? സത്യം. തിരുവാതിര പ്രമാണിച്ച് നാളെ കൂടെ ലീവ് എടുക്കാന്ന് തീരുമാനിച്ചു. കൂവപ്പായസം കൂട്ടി ഒരു ഊണ് കിട്ടണമല്ലേ. പക്ഷെ ഉത്തര തമ്പുരാട്ടി ഒരു വാക്ക് എനിക്ക് തരണം. തിരുവാതിരയ്ക്ക് ഗിരിജ പാട്ട് പാടില്ല എന്ന്. ഏറ്റില്ല. വല്യമാമ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയാനും പോയില്ല. എന്താ സാർ ഇത്? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഞാൻ സാറിനോടൊരു കഥ പറയാം. പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ള ഒരു നായർ തറവാടാണ് പശ്ചാത്തലം. 5-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. ആ മരണം കാത്തു കഴിയായിരുന്നു അമ്മ 2ാം കല്യാണത്തിന്. വരനില്ലത്തെ കാര്യസ്ഥൻ. പിന്നീടുള്ള കാലം സാധാരണ കഥകളിലേതുപോലെ തന്നെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രണ്ടാനച്ഛൻ്റെ ശാപവാക്കുകൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മകനെ കൊണ്ട് ഇല്ലത്തെ പുറംപണി ചെയ്യിക്കാനായിരുന്നു അങ്ങേർക്ക് താല്പര്യം. എന്നിട്ടും പഠിച്ച് പ്രീ ഡിഗ്രി പാസ്സായി. കാലം ഇത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് ദൈവം ട്രഷറിയിൽ ഒരു ഗുമസ്തപ്പണി തന്നു. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോഴും ഇല്ലവുമായിട്ടുള്ള ബന്ധം വിട്ടില്ല. ആ ഇടയ്ക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൊരു അത്യാഗ്രഹം കടന്നുകൂടി. 85 വയസ്സുകാരൻ തിരുമേനിയുടെ ഭാര്യയായിട്ട് ഉത്തരത്തമ്പുരാട്ടി ആദ്യമായി കണ്ടപ്പോൾ മനസ്സിലന്ന് തോന്നിയത് സഹതാപമായിരുന്നു. പിന്നീട് എപ്പോഴോ അത് ആരാധനയും സ്നേഹവുമായി മാറി. ഇപ്പോഴത് മറക്കാൻ വയ്യാത്തതുപോലെ മനസ്സിലങ്ങ് പതിഞ്ഞിരിക്കുക. ജീവിതത്തിൽ ഇതുവരെ ഞാനൊന്നും മോഹിച്ചിട്ടില്ല. തമ്പുരാട്ടിയോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. എൻ്റെ ഈ ആഗ്രഹം സാർ ഉത്തര തമ്പുരാട്ടിയോടൊന്ന് പറയാം. അപ്പുക്കുട്ട, അത് പിന്നെ സാർ പറയണം. പറയില്ലേ? പറഞ്ഞാൽ മാത്രം പോരാ. ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരും വേണം.